എല്ലാവർക്കും വിഷമാണ്. വിഷമം. ഈ വിഷമവും നിരാശയും രണ്ടും രണ്ടാണെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്? ഇതിന് രണ്ടിനെയും കൂട്ടിക്കെട്ടുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. എല്ലാ പ്രശ്നങ്ങളും, വിഷമം എല്ലാ മനുഷ്യർക്കും ലോകാവസാനം വരെ, ജീവിതാവസാനം വരെ, മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ വിഷമങ്ങൾ ഉണ്ടാവും. നിരാശയും വിഷമവും, ഇതിന് രണ്ടിനെയും കൂട്ടിക്കെട്ടുമ്പോഴാണ് മനുഷ്യന്റെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ വിഷമം തോന്നും, അല്ലെ? അത് എപ്പോഴും ഉണ്ട് മനുഷ്യന്. എന്തെങ്കിലും വിഷമം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, ചെറിയൊരു വിഷമം തോന്നും. ആ വിഷമത്തെ നമ്മൾ എന്ത് ചെയ്യും? നിരാശയിലേക്ക് കൂട്ടിക്കെട്ടും. നിരാശ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് നിരാശ. നിങ്ങളൊരു ഒരു കൂട്ടിലകപ്പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങളൊരു കേജിനകത്തായി, നിങ്ങളൊരു കൂട്ടിനകത്തായി, നിങ്ങളെല്ലാം പെട്ടുപോയി. ജീവിതത്തിൽ മുഴുവൻ പെട്ടു നിൽക്കുകയാണ്. മുമ്പോട്ട് ഇനി എങ്ങനെ ഒരടി വെക്കണമെന്ന് അറിയാൻ പാടില്ല. ഒരടി വെക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഒരടി പോലും വെക്കണമെന്ന് അറിയാതെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 1000 വാതിലുകൾ തുറക്കുന്നുണ്ടാവും. അപ്പുറം ഇപ്പുറയും നിങ്ങളുടെ മുമ്പിലും പിറകിലും ഒക്കെ ആയിട്ട് 1000 വാതിലുകൾ നിങ്ങൾക്കായി തുറക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് നിരാശ ബാധിച്ചു കഴിഞ്ഞാൽ ആ വാതിലൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങളുടെ കാഴ്ചയെ തന്നെ ആ വാതിലുകളെല്ലാം നിരാശ മറച്ചു കളയും. ഭൗതിക ജീവിതത്തിൽ തന്നെ ഇത് പല വിഷയങ്ങളിലും പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക്. പല സിനിമകളിലും പല കഥകളിലും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ നിരാശരാവരുത്, പാനിക്കായി പോവും, നിങ്ങൾക്ക് പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്താൻ പറ്റൂല. അതിന് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളോടും നിങ്ങളൊന്ന് കൂട്ടിക്കലർത്തി വെക്ക്. എല്ലാം പോയി എന്ന് വിചാരിക്കുക, എല്ലാം നഷ്ടപ്പെട്ടു, നിങ്ങൾ മാത്രം ബാക്കിയായി. ലോകത്ത് പിന്നെ ആരുമില്ല, നിങ്ങൾ മാത്രം ബാക്കിയായി. എന്നാൽ പോലും നിങ്ങൾക്കൊരു വാതിൽ തൊട്ടപ്പുറം ഉണ്ടാവും, സുന്ദരമായൊരു വാതിൽ. ആ വാതിൽ നിങ്ങൾ കാണൂല. കാരണം നിങ്ങൾ ആ സമയത്ത് നിരാശയുടെ പടുകുഴിയിലായിരിക്കും. നിരാശ എന്ന് പറയുന്ന ഒരു വികാരമാണ്, ഒരു ഇമോഷനാണ്. വികാരം, ഇമോഷൻ. ഈ ഇമോഷനെ മാത്രമാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. സ്വന്തം അച്ഛനോ അമ്മേനെയോ മക്കളെയോ ഒന്നും നിയന്ത്രിക്കാൻ ആർക്കും പറ്റില്ല. ചുമ്മാ പറഞ്ഞ എന്റെ ഭാര്യ ഞാൻ പറഞ്ഞ എല്ലാം കേൾക്കും, എന്റെ ഭർത്താവ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുള്ളൂ, എന്റെ മക്കള് ഒരടി മാറൂല ഞാൻ പറഞ്ഞോളൂ. ചുമ്മാ വേറെ നിങ്ങളുടെ തോന്നല അതൊക്കെ. ലോകത്ത് ആർക്കും ആരെ അനുസരിപ്പിക്കാൻ പറ്റൂല. ആകെ അനുസരിപ്പിക്കാൻ പറ്റുന്നത് ആരെയാ? നിങ്ങളെ തന്നെയാ. നിങ്ങളെ അല്ലാതെ ലോകത്തൊരു ജീവിയെ നിങ്ങൾക്ക് അനുസരിപ്പിക്കാൻ പറ്റൂല. അതൊക്കെ ഏതെങ്കിലും സമയത്ത് അത് മാറാം. പക്ഷെ നിങ്ങളെ അനുസരിപ്പിക്കാൻ നിങ്ങൾക്ക് ആരുടെയും അനുമതി മേടിക്കേണ്ട ആവശ്യം.